കാര്യം പറയാണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന ഓഫീസർമാരോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഇവിടെ പറയാം. ഇനി അതല്ല വല്ല കല്യാണം വിളിയോ അങ്ങനെ വല്ല പരിപാടിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടു വിളിച്ചോ. കത്ത് ഇനി കത്ത് കൊണ്ടതിന്റെ കത്ത് തന്നേക്ക് ഞങ്ങൾ കൊടുക്കാം. അതെ, കല്യാണ കത്ത് കൊടുക്കാനല്ല, കല്യാണത്തിന്റെ കാര്യം അറിയാനാ. കല്യാണത്തിന് എന്ത് കാര്യം? ഈ കല്യാണം കഴിക്കണതിന് ഇവിടുന്ന് പൈസ കിട്ടുമോ? അത് കൊടുക്കും. 25,000 രൂപ കൊടുക്കുന്നുണ്ട്. അതറിഞ്ഞിട്ട് വന്നു. പിന്നെ അതിന് രജിസ്ട്രേഷൻ ചെയ്യണം. ചെയ്യാം. പിന്നെ അത് BPL-കാർക്കാണ് പരിഗണന. BPL ആണ്. BPL ആണല്ലേ? പിന്നെ 50 വയസ്സിന് താഴെ ആവണം. 49 ആയിട്ടുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. പിന്നെ ആദ്യ വിവാഹം ഒഴിഞ്ഞതാണെങ്കിൽ അതിന്റെ രേഖ വേണം. അല്ല, ഇത് ആദ്യമായിട്ട് കെട്ടാൻ പോണതാണ്. വിധവയ്ക്കാണെങ്കിൽ ഭർത്താവ് മരിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വേണം. എന്താ ഈ സാറ് പറയണത്? വിധവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കെട്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ കല്യാണം. എന്നാലും ഞങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരണമല്ലോ. ഇതിപ്പോ വിധവകൾക്കും വിവാഹമോചിതർക്കും പുനർവിവാഹത്തിന് 25,000 രൂപ കൊടുക്കുന്നതാണ് പദ്ധതി. അതിന് സാറ് കൊടുത്തോ? ആദ്യമായിട്ട് കെട്ടുന്നവർക്ക് കിട്ടുമോ? കിട്ടുമല്ലോ. അല്ല, ഇത് മോൾക്കാണോ അനിയത്തിക്കോ? ആർക്കത്? എനിക്കാ. എനിക്ക് കല്യാണം കഴിക്കണ്ടേ? സഹോദരാ, ഇതേ ഈ പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. പുരുഷന്മാർക്ക് വേണ്ടി ഒരു പിണ്ണാക്കുമില്ല. അല്ലെങ്കിൽ ഈ നാട് അങ്ങനെ തന്നെ. പുരുഷന്മാർക്ക് ഒരു വിലയില്ല, എല്ലാം സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാനും ഒരു ഈശ്വരനുണ്ട്. അത് മറക്കണ്ട. എന്നാ ഈശ്വരനോട് പോയി പറയും. ചോദിക്കും ഞാൻ.